ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ 2024 പ്രിലിമിനറി പരീക്ഷ, അതായത് SI LSGS ഇങ്ങനത്തെ പരീക്ഷ, അതുപോലെ LDCക്കൊക്കെയുള്ള സിലബസിൻ്റെ ഒരു ഹാക്കാണ്. ഈ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കണ്ടന്റ് അറിയാം, എന്തൊക്കെ കൂടുതൽ പഠിക്കണം, എന്തൊക്കെ കുറച്ച് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ കേരള PSC 2024 പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിന്റെ ഹാക്കാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ സിലബസിനെ ഹാക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും അല്ലെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴത്തെ ഒരു നോളജ് വെച്ച് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന എത്രയാണ് എന്നുള്ളതും എക്സ്ട്രാ നിങ്ങൾ എത്ര എഫേർട്ട് ഇടണം എന്നുള്ളതുമാണ് ഈ ഒരു സെഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ പല വീഡിയോസിലും പല വീഡിയോസ് നിങ്ങൾ മാറി മാറി ഇങ്ങനെ നോക്കി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് വീഡിയോ വിൽ ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും എളുപ്പം പഠിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും, അതിൽ നിന്ന് ഒരു വ്യത്യാസവും വരത്തില്ല, പ്ലസ് നിങ്ങൾക്ക് മാർക്ക് കൂടത്തേ ഉള്ളൂ. ഓക്കെ, 5 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത്രയും ടോപ്പിക്സ് എന്ന് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പിക്കാം. കാരണം ഇത് സിലബസ് തന്നെയാണ് ഞാൻ ഈ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ആദ്യത്തെ 5 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ യാതൊരു വ്യത്യാസവും ഇല്ല, നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തെറ്റ് വരാൻ പാടില്ല, ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം MCQs, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ്ഡും വെരി സിമ്പിൾ ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്തത് എക്കണോമിക്സ് ആണ്. എൻ്റെ എക്കണോമിക്സ് ക്ലാസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും എക്കണോമിക്സിൽ 3-ൽ കുറവ് മാർക്ക് കിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. പിന്നെ നിങ്ങൾ ഈ ഒരു സിലബസും കൂടെ അങ്ങ് കവർ ചെയ്യുകയാണെങ്കിൽ 5 മാർക്ക് ഉറപ്പിക്കാം. കാരണം നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യ എക്കണോമിക് പ്ലാനിങ്, ഇത്രയും ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. 5-year പ്ലാൻസിൽ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നതെന്ന്. അതൊക്കെ ചോദിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല. നീതി ആയോഗിന് സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? RBI, SEBI, PFRDA അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ്, റിസർവ് ബാങ്ക് അതിൻ്റെ ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ് ഉറപ്പായിട്ടും പഠിക്കണം, കാരണം അതിൽ നിന്ന് 1 മാർക്കിനുള്ള അല്ലെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരും, ബാക്കി 3 മാർക്ക് ഉറപ്പിച്ചോ ഇതിൽ നിന്നായിരിക്കും. അപ്പോൾ എക്കണോമിക്സും നിങ്ങളുടെ കയ്യിലാണ്, കാരണം സിലബസ് വളരെ സിമ്പിളാണ്, വളരെ ലൂസിഡ് ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എക്കണോമിക്സ്. അപ്പോൾ 5 മാർക്ക് വീണ്ടും കിട്ടിയേ? യെസ്. അടുത്തത്, നോർമലായിട്ട് നിങ്ങൾ PSCക്ക് സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്സിന് ഒരു 20-20 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 18 പ്രതീക്ഷിക്കാം. ഇംഗ്ലീഷിന് 20 പ്രതീക്ഷിക്കാം, മലയാളത്തിന് 10-ൽ 9-ഓ 8-ഓ പ്രതീക്ഷിക്കാം. എന്നാലും 50 എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി നല്ലോണം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ 50 മാർക്ക് ഷുവർ ഷോട്ടാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഓക്കെ, 50 മാർക്ക് ഷുവർ ഷോട്ടാണ്. അപ്പോൾ ഇത്രയും കൂടെ വെച്ച് നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിവിക്സും വളരെ സിമ്പിളാണ്, കാരണം ഈ സിവിക്സിനെ തന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മുടെ LSGIയുടെ സെക്കൻഡ് പേപ്പറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അതും കൂടെ ഇതിൽ വെച്ച് പഠിക്കാം. സിവിക്സ് പഠിക്കുമ്പോൾ ആ പേപ്പറും കൂടെ ഇതും കൂടെ ഒരുമിച്ച് പഠിക്കാം. സിവിക്സിന് 5 മാർക്കാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. ഈ ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടല്ലോ, അതാണ്. അതായത് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, യൂണിയൻ ലെജിസ്ലേച്ചർ, അതൊക്കെയാണ്. ഓക്കെ, എലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വരും. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ
ആക്റ്റും റൂൾസും റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എവിടെയും പഠിക്കുന്നുണ്ട്, എക്കണോമിക്സിലും പഠിക്കുന്നുണ്ട്. വാട്ടർഷെഡ് മാനേജ്മെന്റ് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസി, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ കേരളത്തിന്റെ നിലവാരം അറിയാമെന്നുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഒരു എക്കണോമിക് സിസ്റ്റം ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ 5-ൽ 5 അല്ല 5-ൽ ആണെങ്കിൽ കൂടുതൽ മാർക്കും കിട്ടും. കാരണം ഇത് നിങ്ങൾക്ക് മെയിൻസിൽ ഉപകാരപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഈ 5 മാർക്കും നമുക്ക് ഏകദേശം അങ്ങ് ഉറപ്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കണക്ക് കൂട്ടൽ വെച്ച് 60 മാർക്കോളം തന്നെ നിങ്ങൾക്ക് കയ്യിലുണ്ട്. അതായത് നിങ്ങൾ ഒന്നും പഠിക്കാതെ തന്നെ ഇതുവരത്തെ ഉള്ള ഒരു ഫണ്ടമെന്റൽ നോളജ് വെച്ച് 60 മാർക്ക് വരെയുണ്ട്. ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഹിസ്റ്ററി നല്ലോണം അറിയാവുന്ന പിള്ളേരുണ്ടാവും. ഹിസ്റ്ററി, അപ്പൊ ഹിസ്റ്ററി നല്ലോണം അറിയാവുന്ന പിള്ളേർക്ക് ഒരു 10-15 മാർക്കെങ്കിലും വരും. അപ്പൊ 65-70 അടുപ്പിച്ച് വരും. പിന്നെ ജോഗ്രഫി നല്ലോണം അറിയുന്ന ആൾ, ഈ ജോഗ്രഫിയും ഹിസ്റ്ററി അറിയാവുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഹിസ്റ്ററി നല്ലോണം അറിയാവുന്നവർക്ക് ജോഗ്രഫി ടഫ് ആയിരിക്കും, ജോഗ്രഫി നല്ലോണം അറിയാവുന്നവർക്ക് ഹിസ്റ്ററി കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ അതിലങ്ങ് ബാലൻസ് ചെയ്ത് പോകും. ഇത് രണ്ടും അറിയാത്ത ആൾക്കാരാണ് ഈ 60 മാർക്ക് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 60 മാർക്ക് വരെ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, കാരണം സിലബസ് അത്ര സിമ്പിളാണ്. ഇനി ഹിസ്റ്ററി എന്ന് പറയുന്ന 10 മാർക്കാണ്. ഓക്കെ, അതിന് 50-50 ചാൻസ് ആണ്. എന്നാൽ പോലും കേരള ഹിസ്റ്ററി അറിയാവുന്ന ഒരാൾക്ക് ഒരു 7 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് വേൾഡ് ഹിസ്റ്ററിയും വളരെ ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് വേൾഡും ഇന്ത്യൻ ഹിസ്റ്ററിയും അറിയാവുന്നവർക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഈ ഹിസ്റ്ററി നല്ലോണം അറിയുന്ന ഒരാൾക്ക് അവരുടെ വേറെ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഫുൾ കിട്ടണമെന്നില്ല. ഓക്കെ, സോ ഹിസ്റ്ററി ഫുള്ള് ചിലർക്ക് കിട്ടിയാൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. സോ നിങ്ങളുടെ കോർ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, ഡെവലപ്മെന്റ് നടത്തുക. ബാക്കിയുള്ള ഏരിയകളിൽ നിങ്ങളെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നെ പഠിപ്പിക്കാം. വെറും 5 മാർക്കിന് മാത്രമാണ് ജോഗ്രഫി ചോദിക്കുന്നത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ കേരള ജോഗ്രഫി, ഇത് ലിങ്ക് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതായത് ഇതിനെ മാറ്റി നിർത്തി പഠിക്കരുത്, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് നിർത്തി പഠിക്കുക. അതായത് വേൾഡിലെ ഫോൾഡ് മൗണ്ടൻസ് നോക്കുമ്പോൾ ഇന്ത്യയിലും യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടൻ ഉണ്ടെന്നുള്ള കാര്യവും, കേരളത്തിന്റെ തനതായ ഒരു ഭൂപ്രകൃതി കാരണം വെസ്റ്റേൺ ഗട്ട്സ് കേരളത്തിനെ മാറ്റി നിർത്തുന്ന ഉൾപ്പെടെ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് 5 മാർക്കിനേ ഉള്ളൂ. നിങ്ങളിത് വിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്താലും നോ പ്രോബ്ലം. ഓക്കെ, IT, ആർട്ട്, സയൻസ് ആൻഡ് ടെക്. ഓക്കെ, ഇതൊരു ടൈ ബ്രേക്കർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ മലയാളം ടൈ ബ്രേക്കർ ആവുന്ന സാധ്യതയാണ്. IT എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ അത് മറ്റേതിൽ കൂട്ടിയിട്ടില്ല. കാരണം ചില ആൾക്കാർക്ക് IT കുറച്ച് ടഫ് ആയിരിക്കും, ചില ആൾക്കാർക്ക് സയൻസ് ആൻഡ് ടെക് കുറച്ച് ടഫ് ആയിരിക്കും, ചില ആൾക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ടൈ ബ്രേക്കർ ആയിട്ട് തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇതിൽ അവാർഡ്സ് ചോദിക്കും, കറണ്ട് അഫയേഴ്സ് ചോദിക്കും, ഇങ്ങനത്തെ പല കാര്യങ്ങളും IT, ആർട്ട് ആൻഡ് സയൻസ് ആൻഡ് ടെക്കിൽ ചോദിക്കും. സോ ഇത് ഇത്രയുമാണ് ഞാനൊന്ന് ഹാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് പരുവപ്പെടുത്തുന്നത്. അടുത്ത ഒരു സെഷനിൽ, ഇതിനും അടുത്തൊരു സെഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് ഈ ആർട്ടും IT ആൻഡ് സയൻസ് ആൻഡ് ടെക് പറയും. അതുപോലെ തന്നെ ജോഗ്രഫിയും കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞുതരും. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ തന്നെ 60 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ആവശ്യമുള്ള മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു, കണ്ടിന്യൂസ് റിവിഷൻ, കണ്ടിന്യൂസ് സ്റ്റഡി, കണ്ടിന്യൂസ് MCQ പ്രാക്ടീസ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ക്ലൈംബ് ടുഗെദർ ആൻഡ് വിൻ ടുഗെദർ. നമ്മുടെ പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനുശേഷം മാത്രമേ മെയിൻസ് വരുന്നുള്ളൂ. ബട്ട് മെയിൻസ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഫാക്ടർ ആണ്. ബട്ട് പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റില്ല, വിട്ട് കളയാനും പറ്റില്ല. കാരണം ചില എക്സാംസിന് പ്രിലിംസ് ഭയങ്കര ഹാർഡാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ എടുത്ത് കളയുന്നുണ്ട്. സോ ആ ഒരു എലിമിനേഷനിൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാതിരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രിലിംസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ നിങ്ങൾ കളയാതെ വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.